മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ആകുന്ന അൻവറാണ് ഇതിൻ്റെ കുറ്റവാളി എന്ന് പറയാൻ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം അദ്ദേഹം നടന്നു പോകുമ്പോൾ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പത്രസമ്മേളനം നടത്താൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി മാനിച്ച് അദ്ദേഹത്തിന് ഇരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് പറയാൻ കഴിയുള്ളൂ. നമുക്കറിയുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊന്നും ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണോ ബാക്കി പറയാത്തതെന്നും എനിക്കറിയില്ല. മുഖ്യമന്ത്രി LDF വിട്ടു എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഞാനത് തിരുത്താൻ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാനിനി അങ്ങനെ എന്താ പറയുക, സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞോ എന്നറിയില്ല. ഞാൻ LDF വിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല, വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്കറിയാം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ LDFലെ പാർലമെൻ്ററി പാർട്ടിയിലല്ല, നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ LDF പാർലമെൻ്ററി പാർട്ടിയിലാണ്. പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർലമെൻ്ററി പാർട്ടിയിലെ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല. ഈ പറയുന്ന കൂട്ടത്തിൽ വായന ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അതൊരു ടൺ സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ. ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത. ഞാൻ പാർലമെൻ്ററി LDFനോടൊപ്പം തന്നെ എപ്പോഴും. ആ LDFനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും. ആ ചോദ്യം വന്നു, അപ്പോഴേ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും LDF എന്ന് പുറത്താക്കി. ഞാൻ നടുവിലിരിക്കുമെന്ന് പറഞ്ഞു. വേറൊരു പത്രം നടുവിലിരിക്കാൻ പറ്റില്ല, ഞാൻ തറയിലിരിക്കുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ആ വിഷയം അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്ലിയർ. ഇനി എന്താ? മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുന്നണിയെയും അപകീർത്തിപ്പെടുത്തുകയാണ് അൻവർ ചെയ്തതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും ഈ LDFും പോകുന്നതെങ്കിൽ 2026 ഇനി തെരഞ്ഞെടുപ്പല്ലേ മനുഷ്യ, ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും. 20-25 സീറ്റിന് മേലെ LDFന് ജയിക്കാൻ കഴിയില്ല. ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ. ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും LDF നേതൃത്വത്തിനുണ്ട്. CPI നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ. ഇപ്പം എന്താണ് ആ സാധുക്കൾ വേണ്ടാത്തത്? എന്താ അവർ പിന്മാറിയത്? അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എന്താ നിലപാട് സ്വീകരിക്കാത്തത്? അത് എനിക്കത് പറയാൻ കഴിയില്ല. ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനിയും സംസാരിക്കും. ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എൻ്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ചാൽ പോരാ. എന്നെ ആക്കിയ ജനം, ഈ 3 അക്ഷരം നൽകിയത് നിലമ്പൂരിലെ ജനതയാണ്, സഖാക്കളാണ്. അവരുടെ പബ്ലിക് മീറ്റിംഗിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട്. ഈ ആരോപണത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാനിതിൻ്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിനി കോടതി നടപടിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ, അതിൻ്റെ വഴിക്കത് പോകട്ടെ. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നെക്സസ് ആണ്. ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ്. ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലെയും അവർക്ക് നീതി ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണിക്കെതിരെ ആ പ്രമാണി ആ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട പ്രമാണിയാണെങ്കിൽ ആ പ്രമാണിക്ക് വേണ്ടിയിട്ട് ആ മറ്റു പാർട്ടികൾ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രമാണി ഒരു വേണ്ടാത്ത സംഗതി ചെയ്താൽ അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ആ കേസ് എവിടെ എത്താത്തത്? എന്താണ് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസും ലീഗും BJPയെ കുറിച്ച് എനിക്കത് അറിയില്ല. കാരണം അവരുമായിട്ട് എനിക്കൊരു ഇൻട്രാക്ഷനും ഇല്ല. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ഈ കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ ഉണ്ട്. സാധാ പ്രവർത്തകരുമായിട്ടും അതിൻ്റെ മിഡിൽ ക്ലാസ്സിലും അതിൻ്റെ ടോപ്പ് ക്ലാസ്സിലുമുള്ള ലീഡേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ആ അറിവ് വെച്ച് വേണ്ട പറയുന്നത്. ആ നെക്സസ് ആണ് ഇനി കേരളത്തിൽ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. യുവാക്കൾ മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ്. ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കുകയാണ് കേരളത്തിലെ യുവാക്കൾ. എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല. കാലാകാലം ഈ കോഴി ബിരിയാണിയിൽ നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇത് വലിയൊരു ആപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു. ഇവിടെ ഇന്നുള്ള ഈ മനുഷ്യരുടെ സ്നേഹമില്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നു സാജൻ സ്കറിയ. അവനെ വരെ എന്താ പറയാ, എന്ത് വൽക്കരിക്കാന്നാ പറയാ, മഹത്വവൽക്കരിക്കുകയാണ്. പ്രതികളെ മാത്രമല്ല,
ഈ നാട് കുട്ടിച്ചോറാക്കുന്ന, ഈ നാട് മതവിദ്വേഷം പടർത്തുന്ന, ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിൻ്റെ ലീഡർഷിപ്പ് ഭരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കുകയാണ്. കുഴപ്പമായിരിക്കുക. പി വി അൻവർ മറുനാടനെതിരെ നടത്തിയ ഈ പോരാട്ടമൊന്നും ശരിയല്ലായിരുന്നു. ആരാ കൂട്ടരെ പറയുന്നത്? ആരാ പറയുന്നത്? എവിടെ എത്തിയവർ? ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ. എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നോട് പറയാം, അൻവർ നീ നിന്റെ പണിയെടുത്തോ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഇതൊക്കെ പാർട്ടി ഇടപെട്ടോളാം, നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ്. ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാജൻസ് കറിയെ പോലും മഹത്വവൽക്കരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടായി പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലെ യുവാക്കൾ, എല്ലാ പാർട്ടിയിലും പെട്ടവർ കിടന്നുറങ്ങുക. ആ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നെക്സസിനെ കുറിച്ച്.